ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരും മറ്റുള്ളവരുമെല്ലാം ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ സത്യഭാമ എല്ലാവരോടും എന്തുപറ്റി ഇന്ന് എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സത്യഭാമ മറ്റൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിച്ചത്. അതെ, ഇപ്പൊ തന്നെ അവരിങ്ങ് വരും, ഉടനെ തന്നെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുമല്ലോ എന്ന് പറയുമ്പോ ഞെട്ടലോടെ രാഘവൻ നായരും രോഹിത്തും ചോദിച്ചു, അതിന് 11-നല്ലേ ചടങ്ങ് പറഞ്ഞിരിക്കുന്നത്, അവര് പിന്നെന്താ ഇപ്പൊ വരുന്നത് എന്ന് ചോദിച്ചപ്പോ 10 ആയുള്ളൂ എന്ന രാഘവൻ നായരുടെ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു, 11-ന് രാഹുകാലം തുടങ്ങുമല്ലോ, ഞാൻ അക്കാര്യം മറന്നുപോയി, അത് അവരും മറന്നു, അതുകൊണ്ട് രണ്ടുപേർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇപ്പോ 10 മണിക്ക് പെണ്ണുകാണൽ നടത്തിയാലെന്ന് അവരന്വേഷിച്ചു. രണ്ടു കൂട്ടർക്കും യാതൊരു എതിർപ്പോ വിരോധമോ പ്രശ്നമോ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ തന്നെ അത് നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരിപ്പോ എത്തുന്നത് എന്ന് പറഞ്ഞപ്പോ ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി. ദൈവമേ, കുഞ്ഞേച്ചിയോട് പറഞ്ഞ സമയം ഇപ്പോഴല്ലല്ലോ, 11-നല്ലേ പറഞ്ഞത്, അപ്പോ കുഞ്ഞേച്ചി വരുമ്പോഴേക്കും ചടങ്ങ് കഴിയുമോ ഈശ്വര എന്ന ആശങ്കയോടെ ശ്യാമ ആലോചിച്ചു. പെട്ടെന്ന് ശ്യാമ സത്യഭാമയോട് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും സത്യാമ്മേ, 11-നല്ലേ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ പ്രശ്നം, 1 മണിക്കൂർ കൂടെ മുമ്പേ നടത്തിയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, വേഗം പോയി അവർക്കുള്ള ചായയും പലഹാരമൊക്കെ റെഡിയാക്കി വെക്ക എന്ന് സത്യഭാമ ശ്യാമയോട് പറഞ്ഞതും ശരി ശരി സത്യാമ്മേ എന്ന് പറഞ്ഞ് വേഗം ശ്യാമ റൂമിൽ കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് മറ്റുള്ളവരുടെ എല്ലാം മുഖമാകെ ടെൻഷനോടെ നിൽക്കുമ്പോൾ രാഘവൻ നായരെ നോക്കി ഭാമ ചോദിച്ചു, അല്ല രാഘവേട്ടന്റെ മുഖത്തിന് എന്താ ഒരു തെളിച്ചമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, പ്രായം ഇത്രേ ആയില്ലേ, ഇനി അല്പം തെളിച്ചൊക്കെ കുറയും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഘവൻ നായർ മറുപടി കേട്ട് സത്യഭാമ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന പിള്ളേച്ചനെ നോക്കി ചോദിച്ചു, പിള്ളേ തനിക്കോടോ എന്ന് ചോദിച്ചപ്പോ പിള്ളേച്ചൻ പറഞ്ഞു, അതെ, ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, എല്ലാരും പറയാറുണ്ട് സത്യാമ്മേ എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണല്ലേ, അല്ല എന്താണ് രോഹിത്തെ, നിനക്കും അങ്ങനെ വല്ലതും ഉണ്ടോ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് രോഹിത്തിനെ നോക്കി സത്യാമ്മ ചോദിച്ചപ്പോ രോഹിത്ത് പറഞ്ഞു, ഏയ് എനിക്കൊരു പ്രശ്നമില്ല സത്യാമ്മേ, എന്റെ മോൻ കണ്ടില്ലേ, എന്ത് സന്തോഷത്തിലാണ് ഞാനാകെ പ്രസന്നവദനായിട്ടല്ലേ ഇരിക്കുന്നത്, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി എന്ന് സത്യാമ്മ തല കുലുക്കിക്കൊണ്ട് നേരെ പപ്പിമോളുടെ നേരെ തിരിഞ്ഞു. എന്റെ തങ്കക്കുടം ഹാപ്പി അല്ലേ എന്ന് പപ്പിയെ നോക്കി സത്യഭാമ ചോദിച്ചപ്പോ സത്യാമ്മയെ നോക്കി പുഞ്ചിരിയോടെ പപ്പി പറഞ്ഞു, ഞാൻ ഹാപ്പിയാണ് സത്യാമ്മേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പപ്പി പറയുമ്പോ സത്യാമ്മ പറഞ്ഞു, അത് സത്യാമ്മയ്ക്ക് അറിയാം, എന്റെ പൊന്നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്റെ പൊന്നിന്റെ മുഖം പറയുമല്ലോ എന്ന് പറഞ്ഞ് അത് കേട്ടാ മതി ഈ സത്യാമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ പപ്പി മനസ്സിൽ പറഞ്ഞു, ആ ആ ആന്റി വരുമ്പോഴേക്കും അവരുടെ ശരിക്കുള്ള രൂപം എന്താണെന്നും അവരെങ്ങനെയുള്ള ആളാണെന്നും എന്റെ മൊബൈലിലുള്ള ഫോട്ടോയോ വീഡിയോയിലുണ്ടല്ലോ, അപ്പോ അത് സത്യാമ്മയെ കാണിച്ചു കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാകും, അതോടെ ഈ കല്യാണ ആലോചനയും തീരും, പിന്നെ ഞാൻ സന്തോഷിക്കാതിരിക്കുന്നത് എന്തിനാണ് സത്യാമ്മയെ എന്ന് പപ്പി ആലോചിച്ചു. എന്നിട്ട് പപ്പി വേഗം തന്നെ സത്യാമ്മയോട് ചോദിച്ചു, അല്ല സത്യാമ്മേ, എപ്പോഴാ ആ ആന്റി വരുന്നത് എന്ന് ചോദിച്ചതും ഇപ്പൊ തന്നെ എത്തുമെന്ന് സത്യഭാമ മറുപടി നൽകി. എന്നാ അതിനുശേഷമാകട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പപ്പി മധുശ്രീ വരുന്നതും കാത്ത് ഇരിക്കുന്നു. അപ്പോഴാണ് ഇത്രയും നേരം ശാലിനിയുടെ കാറിന് പിന്നാലെ ഓടിയിട്ടും ഏട്ടത്തിയമ്മയെ ഒന്ന് കാണാൻ കൂടി കഴിയാത്തതിന്റെ നിരാശയിൽ തിരിച്ച് തന്റെ ബൈക്കിരിക്കുന്ന സ്ഥലത്തേക്ക് കമലൻ തിരിച്ചു നടന്നു. അപ്പോഴാണ് അവിടെ ഇത്രയും നേരം ശാലിനിയോട് ഏട്ടത്തിയമ്മയോട് സംസാരിച്ചിരുന്ന സ്ത്രീകളെ ആരെയും കാണാതായത്. അവരൊക്കെ എവിടെ പോയി, ഏട്ടത്തിയമ്മയോട് സംസാരിച്ച ആ സ്ത്രീകളെ ആരെയും കാണുന്നില്ലല്ലോ, ഇതെന്താ പറ്റിയത് എന്നാലോചിച്ച് വേഗം തന്നെ തന്റെ ഫോൺ എടുത്ത് വീണ്ടും വിഷ്ണു ആശാനെ വിവരം അറിയിക്കാമെന്ന് വിചാരിച്ച് വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കണം. അപ്പോഴും പഴയതുപോലെ തന്നെ വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്ത് കട്ടാകുന്നു. ആകെ നിരാശയോടെ കമലൻ ഈ ആശാൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശാലിനി നേരെ കളക്ടറേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ശാലിനി തന്റെ ക്യാബിനിലേക്ക് കയറിയിരുന്നതും അരികിലേക്ക് എത്തി അനുശ്രീ പറഞ്ഞു, മേഡം, ഇപ്പോ 9:45 ആയുള്ളൂ, CM ചോദിച്ചിരിക്കുന്നത് കുറച്ച് നേരത്തെ കോൺഫറൻസ് തുടങ്ങിയാലോ എന്നാണ്, എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഇല്ല അനു, കണക്ട് ചെയ്തോളൂ എന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിച്ചു. അതിനുശേഷം ശാലിനി അതിനു വേണ്ടിയുള്ള എല്ലാ റെക്കോർഡ്സും പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചത്. കിച്ചണിലെത്തി ആദ്യം തന്നെ ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ആശ്വാസത്തോടെ ശ്യാമ ഇപ്പൊ തന്നെ കുഞ്ഞേച്ചി കോൾ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തുനിന്നു. കുഞ്ഞേച്ചി വേഗം എടുക്ക എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്യാമ വീണ്ടും ശാലിനി കോൾ എടുക്കുവാനായി കാത്തങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്ത് കട്ടാകുന്നു. ഈ സമയത്ത് ശാലിനി കോൺഫറൻസിന് വേണ്ടി റെഡിയായി ഇരിക്കുന്നതുകൊണ്ട് റിപ്പോർട്ടുകളും മറ്റും പരിശോധിച്ചിരിക്കുന്നതിനാൽ ശാലിനിയുടെ ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടുകൊണ്ട് ശാലിനി കോൺഫറൻസിനായി
സീമുമായി സംസാരിച്ചു തുടങ്ങി. അപ്പോഴേക്കും ശ്യാമ എത്ര തവണ വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യാത്തതിന് നിരാശയിൽ ശ്യാമ ആകെ ടെൻഷനിലായി. ഈ കുഞ്ഞേച്ചി എന്താ ഫോൺ എടുക്കാത്തത്? 10 മണിക്ക് ആണ് ഇവിടെ ചടങ്ങ് നടക്കുന്നുള്ള വിവരം ഒന്ന് കുഞ്ഞേച്ചി ഞാനിനി എങ്ങനെ അറിയിക്കുക എന്നാലോചിച്ച് നിരാശയോടെ ശ്യാമ കുറെ നേരം കൂടി ഫോണിൽ വിളിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും വിഷ്ണു തന്റെ പെണ്ണ് കാണാൻ ചടങ്ങ് നടക്കാൻ പോകുന്നതിന്റെ നിരാശയിൽ ശാലിനി ഇപ്പോഴെങ്കിലും ഒന്ന് തന്റെ അരികിലേക്ക് ഓടി വന്നിരുന്നെങ്കിൽ, ഈ അവസാന നിമിഷമെങ്കിലും ശാലിനി തന്നെ രക്ഷിക്കാനായി എത്തിയിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയിൽ തന്റെ കയ്യിലിരിക്കുന്ന ശാലിനിയുടെ ആ കൊലുസ് നോക്കിക്കൊണ്ട് വിഷ്ണു ആകെ വിഷമത്തോടെ ആ മട്ടുപ്പാവിലിരുന്നു. ഇതൊന്നും അറിയാതെ ശാലിനി CM-മായിട്ടുള്ള കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞേച്ചിയെ വിവരം അറിയിക്കാനുള്ള ശ്രമം ശ്യാമയും തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ശാലിനി CM-നോട് തന്റെ ചില കണ്ടെത്തലുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ജില്ലയിലുള്ള പ്രശ്നങ്ങൾ ഏത് ഭാഗത്തൊക്കെയാണ് ദുരിതബാധിതർ ഉള്ളത് എന്നതിനെ കുറിച്ചൊക്കെ ശാലിനി വിശദമായ റിപ്പോർട്ട് നൽകിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ഈ കൃത്യ സമയത്ത് തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് മധുശ്രീയും കുടുംബവും എത്തിച്ചേരുന്നു. മധുശ്രീയുടെ കാറ് വന്ന് നിന്നതും ആ കാറിൽ നിന്ന് വിജയകുമാർ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം മധുശ്രീയുടെ അമ്മയും അച്ഛനും പുറത്തേക്ക് ഇറങ്ങി. മധുശ്രീയുടെ അമ്മ വേഗം തന്നെ പിൻസീറ്റിലിരുന്ന മയങ്ങുന്ന മധുശ്രീയുടെ അരികിലേക്ക് എത്തി വിളിച്ചു, ഇടി മോളെ ഇങ്ങോട്ട് ഇറങ്ങടി, സ്ഥലം എത്തി. അപ്പോഴേക്കും മയക്കത്തിലായിരുന്ന മധുശ്രീ കണ്ണു തുറന്നു ചോദിച്ചു, ഓ എത്തിയോ അമ്മേ? എത്തി, ഇനി നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞത് ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മധുശ്രീ ഒരു വിധത്തിൽ കാറിൽ നിന്ന് കാല് നിലത്തൊന്ന് ഉറപ്പിക്കാനാകാത്ത വിധത്തിൽ ഇറങ്ങി. അപ്പോഴേക്കും മധുശ്രീയുടെ അമ്മ പറഞ്ഞു, ദേ എന്റെ പൊന്നു മോളെ നീ ഒന്ന് നേരെ നിൽക്ക് എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, ദേ തള്ളെ എന്റെ നേരെ ബഹളം വെച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മധുശ്രീ ഒച്ച വെക്കാൻ തുടങ്ങുമ്പോ അപ്പുറത്ത് നിന്ന വിജയകുമാർ പറഞ്ഞു, ഏയ് ഇതൊന്നും കാര്യമാക്കണ്ടെന്നേ, ഒരു പ്രശ്നവും ഇല്ല, അത് ഇന്നലെ കുറച്ച് കൂടുതൽ അടിച്ചതിന്റെ കുഴപ്പം, രാവിലെ 2 എണ്ണം അടിച്ചാലേ അതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ വേഗം മധുശ്രീ വിജയകുമാറിന്റെ അരികിലേക്ക് എത്തി ചോദിച്ചു, ആഹാ അത് കൊള്ളാലോ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലേ ഈ നിൽക്കുന്നത്, അല്ല തന്റെ കയ്യിൽ ഉണ്ടോ ഒന്ന് അടിക്കാനായിട്ട്, നമുക്കിവിടെ അങ്ങ് കൂടാടോ, ഒന്ന് വട്ടത്തിലിരുന്ന് നമുക്കങ്ങ് ആഘോഷിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അരികിൽ നിന്ന് മധുശ്രീയുടെ അമ്മ പറഞ്ഞത്, എടി മോളെ നമ്മൾ എവിടെ വന്നിരിക്കുന്നറിയാവോ, ഇന്ന് നിന്റെ പെണ്ണ് കാണൽ ചടങ്ങാ എന്ന് പറഞ്ഞപ്പോ, ഓ പറഞ്ഞതുപോലെ അതും ശരിയാണല്ലോ, അല്ല ഇവിടെ കാണുമോ, അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിക്കളയാം, ഇനി ജീവിതം മുഴുവൻ ഇവിടെ ഇരുന്നല്ലേ ആഘോഷിക്കേണ്ടത്, അതിന്റെ ഒരു തുടക്കം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുശ്രീ വേഗം അകത്തേക്ക് കയറാൻ ഒരുങ്ങി. അപ്പോഴാണ് സിറ്റ് ഔട്ടിൽ പിള്ളാച്ചൻ നിൽക്കുന്നത് മധുശ്രീ കണ്ടത്. വേഗം തന്നെ പിള്ളാച്ചന്റെ അരികിലേക്ക് എത്തി പിള്ളാച്ചന്റെ തലയിലൊക്കെ ഒന്ന് തലോടിട്ട് ഹായ് മൊട്ടെ എന്ന് പറഞ്ഞ് വേഗം തുള്ളിച്ചാടി മധുശ്രീ അകത്തേക്ക് പോകുന്ന കണ്ടതോടെ പിന്നാലെ എത്തിയ വിജയകുമാറിനെ നോക്കി പിള്ളി ചോദിച്ചു, എന്തുവാടോ ഇത്? അപ്പോഴേക്കും വിജയകുമാർ പറഞ്ഞു, ഏയ് പേടിക്കണ്ട, കടിക്കില്ല. അത് കേട്ട ഉടനെ പിള്ള ശരി എന്ന് പറഞ്ഞ് തലകുലുക്കി വിജയകുമാറിന്റെ കൂടെ പോകുമ്പോ വിജയകുമാർ മധുശ്രീയുടെ പ്രകടനം കണ്ട് മനസ്സിൽ പറഞ്ഞു, എന്റെ ദൈവമേ, ഇന്നിവിടെ എന്താ നടക്കുന്നത്? സത്യാമ്മ എന്നെ ജീവനോടെ കത്തിച്ചു കളയുവോ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് വിജയകുമാർ മധുശ്രീയുടെ പിന്നാലെ കയറിപ്പോന്നു. മധുശ്രീ ആ വീട്ടിലേക്ക് ഓടിക്കയറി വന്നതും മധുശ്രീയുടെ പിന്നാലെ മധുശ്രീയുടെ അച്ഛനമ്മമാരും എത്തി. അതിനുശേഷം വിജയകുമാറും അവർക്കൊപ്പം എത്തുന്നു. മധുശ്രീ മാത്രം അകത്തേക്ക് ഓടിക്കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന രോഹിത്തിനെയും രാഘവൻ നായരെയും കണ്ടു. അവർ രണ്ടുപേരും ആകെ വിഷമിച്ച് രോഹിത്ത് തല കുനിച്ച് തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്നു. രാഘവൻ നായരാണെങ്കിൽ കണ്ണു അടച്ച് മറ്റെന്തോ ആലോചിച്ചിരിക്കുന്നു. ഈ സമയത്ത് അകത്തേക്ക് കയറി വന്ന മധുശ്രീ ആരും കണ്ടതുമില്ല. പെട്ടെന്ന് മധുശ്രീ എല്ലാവരെയും നോക്കി പറഞ്ഞു, ഹായ് ഒരുപിടി. ആ വിളി കേട്ടതും എല്ലാവരും കണ്ണു തുറന്ന് വേഗം നോക്കി. വിജയകുമാരൻ കൊണ്ടുവന്ന ഫോട്ടോ പോലും കാണാതിരുന്നത് കൊണ്ട് എന്താ എന്നുള്ള രീതിയിൽ രാഘവൻ നായർ നോക്കി. അപ്പോഴാണ് തൊട്ട് അടുത്തിരുന്ന അപ്പുറത്തിരുന്ന രോഹിത്തും അതിശയത്തോടെ മധുശ്രീയെ നോക്കിയത്. പിന്നീട് പപ്പി മോളും അതിശയപ്പെട്ട് മധുശ്രീയുടെ മുഖത്തേക്ക് നോക്കി. പപ്പിയുടെ മനസ്സിലേക്ക് വന്നത് അന്ന് സുസ്മിത പപ്പി അവിടെ മധുശ്രീയെ കാണാനായി ചെന്നപ്പോ സുസ്മിതയുടെ മുന്നിലിരുന്ന മദ്യപിച്ചിരുന്ന മധുശ്രീയുടെ മുഖമായിരുന്നു പപ്പിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അത് ഓർത്തുകൊണ്ട് പപ്പി അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് മധുശ്രീ അകത്തേക്ക് ഓടിയെത്തിയിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ചോദിച്ചു, അല്ല എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നത്? പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കുന്നത് എന്താ എന്ന് ചോദിച്ച് മധുശ്രീ സംസാരം തുടങ്ങി. അപ്പോഴേക്കും താഴേക്ക് സ്റ്റെയർ ഇറങ്ങി സത്യഭാമ വന്നുകൊണ്ടിരുന്നു. മുകളിൽ നിന്ന് സത്യാമ്മ താഴെ ആരോ സംസാരിക്കുന്നത് കേട്ടതോടെ അതാരാണ് എന്നറിയാനായി അവിടെ നിന്ന് തന്നെ താഴെ നിന്ന് സംസാരിക്കുന്ന പെൺകുട്ടിയെ വാച്ച് ചെയ്തു. അപ്പോഴാണ് മധുശ്രീ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞത്, അതെ നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? സത്യത്തിൽ നിങ്ങളെ എന്നെ കാണാൻ വേണ്ടി തന്നെയായിരുന്നല്ലോ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഞാനാണ് മധുശ്രീ. ഇപ്പോ നിങ്ങളുടെ ഈ നോട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഒരു കണക്കിന് ഞാൻ വരുന്നതും പ്രതീക്ഷിച്ചല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നത് എന്ന് മധുശ്രീ അന്വേഷിച്ചു.
അപ്പോഴാണ് മധുശ്രീയാണ് വന്നിരിക്കുന്നെന്നുള്ള വിവരം രാഘവൻ നായരും രോഹിത്തും തിരിച്ചറിഞ്ഞത്. അങ്ങനെ എല്ലാവരും അതിശയത്തോടെ നോക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, അല്ല ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നതല്ലേ, എന്നിട്ട് എന്ത് പറ്റി എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ഒരു നല്ലൊരു ചടങ്ങ് നടക്കില്ലേ അല്പസമയം കഴിയുമ്പോ, ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. സത്യത്തിൽ പെണ്ണ് കാണലല്ല കേട്ടോ, ചെറുക്കൻ കാണലെന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ മധുശ്രീ വളരെ സംസാരിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മധുശ്രീയുടെ അച്ഛനമ്മമാര് ആകെ ടെൻഷനോട് നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, അല്ല ഇവിടെ ഞാനിപ്പോ ഇന്ന് വന്നത് എനിക്ക് ഭാവിയിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്നും എനിക്ക് താമസിക്കാൻ പറ്റിയ ചുറ്റുപാടുകളൊക്കെയാണോ ഇതെന്നൊക്കെ നോക്കാനാണല്ലോ ഞങ്ങളിപ്പോ ഇവിടേക്ക് വന്നത്. അത് മാത്രമല്ല, എനിക്ക് ചേരുന്ന ആളാണോ ഇവിടെയുള്ള ആ പയ്യൻ, എന്താ പയ്യന്റെ പേര്? മിസ്റ്റർ വിഷ്ണു. വിഷ്ണുവിന്റെ കാര്യം, വിഷ്ണുവിനെ നോക്കാൻ കൂടിയാണല്ലോ ഞാൻ വന്നത് എന്നൊക്കെ മധുശ്രീ പറഞ്ഞു. ഇതെല്ലാം കേട്ട് രാഘവൻ നായരും മറ്റുള്ളവരും ഒട്ടും സംസാരിക്കാതെ എല്ലാം കേട്ട് എന്നുള്ള രീതിയിൽ തലകുലുക്കിയിരിക്കുമ്പോ പെട്ടെന്ന് മധുശ്രീ പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, സോറി, എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പറയട്ടെ, ഇത് രാഘവൻ നായരല്ലേ എന്ന് ചോദിച്ച് മധുശ്രീ രാഘവൻ നായരെ നോക്കി പെട്ടെന്ന് പരിചയപ്പെടുന്നു. രാഘവൻ നായർ അതേ എന്ന് തല കുലുക്കുമ്പോ ഞാൻ കേട്ടതുപോലെയല്ല, ആള് എങ്ങാണ് കേട്ടോ എന്ന്, കുറച്ചുകൂടി എങ്ങാണ് കേട്ടോ എന്ന് രാഘവൻ നായരെ നോക്കി മധുശ്രീ പറഞ്ഞു. രാഘവൻ നായർ ശരിയെന്ന രീതിയിൽ തല കുലുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരെ രോഹിത്തിന് നേരെ മധുശ്രീ തിരിഞ്ഞത്. രോഹിത്തിനെ നോക്കി മധുശ്രീ ചോദിച്ചു, ഇത് രോഹിത് അല്ലെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോ രോഹിത്ത് തലകുലുക്കി. അതിനുശേഷം രോഹിത്തിന്റെ അരികിൽ ഇരിക്കുന്ന പപ്പിയെ നോക്കിയിട്ട് ചോദിച്ചു, ഇദ്ദേഹമാണ് ഏറ്റവും പ്രധാന ആള് അല്ലെ, പത്മിനി എന്ന് വിളിക്കുന്ന പപ്പിക്കുട്ടി അല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോ പപ്പി അതിശയത്തോടെ ചിരിച്ചു. അപ്പോഴേക്കും വേഗം തന്നെ മധുശ്രീ വിജയകുമാറിനെ നോക്കിയിട്ട് ചോദിച്ചു, ഈ കക്ഷിയല്ലേ കഴിഞ്ഞ തവണത്തെ ആ വിവാഹാലോചന മുടക്കിയത് അല്ലേ വിജയകുമാറെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വിജയകുമാർ ഈ ഒരു കാര്യം താൻ അവരോട് പറഞ്ഞിട്ടേ ഇല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ താൻ അങ്ങനെ ഒരു കാര്യം അവരെ അറിയിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വിജയകുമാറിനെ നോക്കി മധുശ്രീ പറഞ്ഞു, വിജയകുമാറെ, താൻ എന്തായി ചെയ്യുന്നത്? താൻ പറഞ്ഞു, താൻ തന്നെ അത് പറഞ്ഞത്. കള്ളം പറയരുത് കേട്ടോ വിജയകുമാറെ, എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വിജയകുമാറിന് നേരെ പപ്പി മധുശ്രീ ഷൗട്ട് ചെയ്യണം. മധുശ്രീയുടെ സംസാരമൊക്കെ മുകളിൽ നിന്ന് സത്യഭാമ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം മധുശ്രീ വീണ്ടും വിജയകുമാറിനെ താക്കീത് ചെയ്തിട്ട് അടുത്ത കാര്യം സംസാരിക്കാനായി റെഡിയായി. അതെ, ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു. അതെ, പിന്നെ നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ആളുകളെ അറിയത്തില്ല അല്ലെ? ഇതാണ് നിങ്ങൾക്ക് അറിയാൻ മേലാത്ത രണ്ട് വ്യക്തികളിൽ ഒരാൾ. ഈ നിൽക്കുന്ന ആളാണ് സാക്ഷാൽ കളരിക്കൽ കമ്പനികളുടെ MD എന്ന് പറയുന്ന ശിവൻകുട്ടി. പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മധുശ്രീയുടെ അച്ഛൻ, അങ്ങനെയാണ് പരിചയപ്പെടുത്താനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് മധുശ്രീ എല്ലാവരെയും തന്റെ അച്ഛനെ പരിചയപ്പെടുത്തി. അതിന്റെ ശേഷം അടുത്ത് നിൽക്കുന്ന കനകലതയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് ഈ മധുശ്രീയുടെ അമ്മ കനകലത. പ്രത്യേകിച്ച് ആളെ പരിചയപ്പെടുത്താനുള്ള ലേബലുകളൊന്നും വേറെയില്ല. വേണമെങ്കിൽ പറയാം, കളരിക്കൽ ഗ്രൂപ്പിന്റെ MD ആയ ശിവൻകുട്ടിയുടെ ഭാര്യ. അങ്ങനെ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. പ്രത്യേക സ്ഥാനമാനങ്ങളൊന്നും വേറെ എന്റെ അമ്മയ്ക്കില്ല. ഇപ്പോ എന്റെ അമ്മ എന്നുകൂടി മധുശ്രീ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തിയതിനു ശേഷം മധുശ്രീ പറഞ്ഞു, എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം മധുശ്രീ വേഗം തന്നെ സത്യഭാമ ഇരിക്കാറുള്ള ആ ചെയറിലേക്ക് കയറിയിരുന്നു. കാലിന്മേൽ കാലും കയറ്റി വെച്ച് അങ്ങനെ മധുശ്രീ അവിടെ ഇരിക്കുമ്പോ ഒട്ടും ഇഷ്ടപ്പെടാതെ രാഘവൻ നായരും രോഹിത്തും കൂടി മധുശ്രീയെ നോക്കി. അപ്പോഴേക്കും മധുശ്രീ അവിടെ തനിച്ച് നിൽക്കുന്ന തന്റെ അച്ഛനമ്മമാരെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ശ്രീ ഇരിക്കാത്തത്? ഇരിക്കേ, നമ്മളെ ഇവിടുത്തെ ഗസ്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ഇവർ ക്ഷണിച്ചു വരുത്തിയതാണ്, അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കേണ്ട, അവിടെ ഇരിക്കച്ച എന്ന് പറഞ്ഞ് മധുശ്രീ അവിടെ ഇരിക്കാനായി ശിവൻകുട്ടിയോട് പറയുന്നു. ശിവൻകുട്ടിയും കനകലതയും അവിടെ ഇരിക്കാൻ മടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് സത്യഭാമ താഴേക്ക് ഇറങ്ങി വന്നു. സത്യഭാമ വരുന്നത് കണ്ടതോടെ മധുശ്രീയുടെ അരികിലേക്ക് സത്യഭാമ വന്നു നിന്നു. രാഘവൻ നായരും രോഹിത്തുമൊക്കെ സത്യഭാമയുടെ മറുപടി എന്താണെന്നും സത്യഭാമ ഈ നിമിഷം തന്നെ അവിടെ നിന്ന് മധുശ്രീ ഇറക്കി വിടുന്നുള്ള പ്രതീക്ഷയിൽ രണ്ടുപേരും നോക്കിയിരിക്കുമ്പോ സത്യാമ്മ നേരെ മധുശ്രീയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്തല്ലോ അല്ലെ? അല്ല, എന്നെ അറിയാമോ എന്ന് മധുശ്രീയെ നോക്കി സത്യഭാമ അന്വേഷിച്ചു. അപ്പോഴേക്കും മധുശ്രീ കുറച്ചു നേരത്തേക്ക് സത്യഭാമയെ നോക്കി. എന്നിട്ട് വേഗം മധുശ്രീ എഴുന്നേറ്റ് സത്യഭാമയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. അനുഗ്രഹിക്കണം സത്യാമ്മേ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കാല് തൊട്ടതും അതിശയത്തോടെ എല്ലാവരും നോക്കി.
ഇങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം, ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഇടപെടൽ ഒരിക്കലും മറുശ്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തതുപോലെ മറുശ്രീയുടെ അച്ഛനമ്മമാരും അതിശയപ്പെട്ടു നോക്കി. അപ്പോഴേക്കും രാഘവൻ നായർ സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, ഭാമയെ ഇറക്കി വിട് ഈ അഹങ്കാരിയെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മധുശ്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് സത്യഭാമയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടതോടെ എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ടു. സത്യഭാമയും മധുശ്രീയെ തന്നെ കെട്ടിപ്പിടിച്ച മധുശ്രീയെ ചേർത്ത് തന്നെ പിടിക്കുന്നു. അതിനുശേഷം എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമയെ നീ എന്താ മടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായരെ നോക്കി സത്യഭാമ പറഞ്ഞു, ഇല്ല രാഘവേട്ട, ഇത് തന്നെയാണ് ഞാൻ കാത്തിരുന്ന ഈ വീട്ടിൽ ഇനി എനിക്ക് ശേഷം ഈ കുടുംബം ഭരിക്കേണ്ട, ഈ നാട് ഭരിക്കേണ്ട എന്റെ മരുമകൾ ഇവൾ തന്നെയാണ്. ഇവളെ പോലെ ഒരു മരുമകളെയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ആരോടും എന്ത് വേണമെങ്കിലും വെട്ടിത്തുറന്ന് പറയുകയും ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കുകയും ചെയ്യാത്ത, എന്തും പറയാൻ യാതൊരു ഭയമില്ലാത്ത ഇങ്ങനെയുള്ള ഒരു മരുമകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് സത്യഭാമ രാഘവൻ നായരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ രാഘവൻ നായർ സത്യഭാമയെ നോക്കുന്നു. അങ്ങനെ സത്യഭാമയുടെ നേരെ കലിയോടെ രാഘവൻ നായർ നോക്കിയിരിക്കുമ്പോ വിഷ്ണുവും ഒപ്പം പിള്ളേശനും പപ്പിക്കുട്ടിയും ഒക്കെ സത്യഭാമയുടെ ആ മറുപടി കേട്ട് ആകെ വിഷമത്തോടെ നോക്കി. അപ്പോഴേക്കും സത്യഭാമയോട് മധുശ്രീ പറഞ്ഞു, സത്യാമ്മ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് മധുശ്രീ കയറിയിരുന്ന ആ ചെയറിലേക്ക് സത്യാമ്മയെ പിടിച്ചിരുത്താൻ ഒരുങ്ങി. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ഏയ് വേണ്ട, മോളല്ലേ അവിടെ ആദ്യം ഇരുന്നത്, മോൾ അവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ് സത്യഭാമ മധുശ്രീയോട് അവിടെ ഇരിക്കാൻ പറയുമ്പോ മധുശ്രീ പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, എന്റെ സത്യാമ്മ ഇവിടെ തന്നെയാ ഇരിക്കേണ്ടത്, എന്റെ മരണം വരെ സത്യാമ്മ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് സത്യഭാമയെ ആ ചെയറിലേക്ക് മധുശ്രീ നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തുന്നു. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞുനാൾ മുതൽ എന്റെ റോൾ മോഡലായിരുന്നു സത്യാമ്മ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളോട് ടീച്ചർമാർ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്നൊക്കെ ചോദിക്കും. അന്ന് ഓരോരുത്തരും എനിക്ക് ഡോക്ടർ ആകണം, കളക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് സത്യാമ്മയെ പോലെ ആയാ മതി എന്നതായിരുന്നു. അത് കേട്ടതോടെ അതിലൊന്നും യാതൊരു സത്യാവസ്ഥയും ഇല്ല എന്ന് മനസ്സിലാക്കിയ രാഘവൻ നായർ മുഖം തിരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് സത്യഭാമയോട് താൻ ഇങ്ങനെ ഒരു കളവ് പറയുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന തന്റെ അമ്മയെ നോക്കി കണ്ണിറുക്കി അത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനായി മധുശ്രീ കണ്ണുകൾ കൊണ്ട് കാട്ടുന്നു. അത് കേട്ടതും വേഗം തന്നെ കനകലത പറഞ്ഞു, അതെ സത്യാമ്മേ, എന്റെ മോൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു സത്യാമ്മയെന്നോ എന്ന് പറഞ്ഞ് മധുശ്രീയുടെ ആ ഒരു അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ സത്യഭാമയുടെ മുന്നിൽ മധുശ്രീയുടെ അമ്മയും അഭിനയിച്ചു. അതിനുശേഷം സത്യഭാമ മധുശ്രീയുടെ അച്ഛനമ്മമാരോട് അവിടെ ഇരിക്കാനായി അറിയിച്ചു. അവരവിടേക്ക് ഇരുന്നതും വേഗം സത്യാമ്മ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ശ്യാമേ, വേഗം ചായയും പലഹാരം എടുത്തോണ്ട് വാ എന്ന് വിളിച്ചറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമ അകത്തു നിന്ന് ദാ വരുന്നു സത്യാമ്മേ എന്ന് ഉറക്കെ മറുപടി നൽകിയതും പെട്ടെന്ന് ശിവൻകുട്ടി സത്യാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ സത്യാമ്മേ, ചായയും പലഹാരവും ഒക്കെ എടുക്കാനാണെങ്കിൽ വേണ്ട കേട്ടോ, കാരണം ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ജലപാനമില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെയല്ല, ഞങ്ങളുടെ മകളുടെ തീരുമാനം എന്ന് ശിവൻകുട്ടി പറഞ്ഞു. അത് കേട്ടതോടെ സത്യാമ്മ വേഗം അടുക്കളയിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ശ്യാമേ, എന്നാ ചായയും പലഹാരവും ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി എന്ന് സത്യഭാമ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും എന്തായിരിക്കും സത്യാമ്മയുടെ തീരുമാനം എന്നറിയാതെ ആകെ ടെൻഷനോടെ രോഹിത് സത്യാമ്മയുടെ പിന്നിലുള്ള ആ ചെയറിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് സത്യഭാമ അങ്ങനെ ഒരു കാര്യം ശ്യാമയെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഇനി ഈ വിവാഹം നടക്കില്ല എന്നുള്ളൊരു ആശങ്ക മധുശ്രീയുടെ മനസ്സിലേക്കും കടന്നു വന്നു. വേഗം തന്നെ മധുശ്രീയെ നോക്കിയ സത്യാമ്മ, മോൾ അവിടെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മധുശ്രീ ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഈ വിവാഹം നടക്കുമോ എന്ന ആശങ്കയോടെ നേരെ പപ്പിയുടെ തൊട്ടപ്പുറത്തുള്ള ആ ചെയറിലേക്ക് ചെന്നിരുന്നു, ആ സെറ്റിയിലേക്ക് ചെന്നിരുന്നു. പപ്പി ഇരിക്കുന്ന ആ സെറ്റിയിലേക്ക് വന്നിരുന്ന മധുശ്രീ ആകെ ടെൻഷനോടെ പപ്പിയെ കൂടി നോക്കി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, തന്റെ ഈ വിവാഹം നടക്കാതെ പോകുമോ, തന്റെ ഈ പ്രകടനമൊക്കെ വെറുതെ ആയി പോകുമോ എന്ന ആശങ്കയിൽ പപ്പിയെ മധുശ്രീ നോക്കുമ്പോ ശാലിനി ഇതൊന്നും അറിയാതെ CM-ഉമായിട്ടുള്ള ആ വീഡിയോ കോൺഫറൻസ് തുടർന്നും നടത്തിക്കൊണ്ട് തന്റെ ജില്ലയിലെ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ എവിടെയൊക്കെയാണ് എന്നുള്ള വിശദാംശങ്ങൾ CM-ഉമായി പങ്കുവെക്കുന്നു.